ഹായ് ഓൾ, ഇത് പാലക്കാട് അപ് ടൗണ്. പാലക്കാട് NMR ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് NMR ബിരിയാണി. അതും റാവുത്തർ സ്റ്റൈൽ ബിരിയാണിയാണ് എനിക്കിഷ്ടം കേട്ടോ. എല്ലാ ടൈപ്പ് ബിരിയാണിയും NMRൽ കിട്ടും, പക്ഷെ റാവുത്തർ ബിരിയാണിയാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഈ അപ് ടൗണിനെ പറ്റിയല്ല നിങ്ങളോട് പറയാനുള്ളത്. പാലക്കാട് ഹരിക്കര റോഡിൽ ഒരു NMR ബിരിയാണി ഹൗസ് ഉണ്ട്. ഒരു കുഞ്ഞു വീട് പോലെ. പാലക്കാടിൻ്റെ ആ ചൂടത്ത് നമ്മൾ ഉച്ചയ്ക്ക് വിശന്ന് പിരിഞ്ഞ് വന്നിട്ട് ആ NMR ബിരിയാണി ഹൗസിൽ പോയിട്ട് അത് എപ്പോഴും ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. അത്രയും തിരക്കുമായിരിക്കും കേട്ടോ. അത്ര സ്പേഷ്യസ് ഒന്നുമല്ല. അവിടെ ചെന്ന് അവിടെ നിന്ന് ഈ റാവുത്തർ ബിരിയാണിയും അവിടെ നിന്നൊരു സ്പെഷ്യൽ ടൈപ്പ് ഒരു കറി കിട്ടും അതിൻ്റെ കൂടെ. കായ്ക്കറി എന്നാട്ടോ അതിന് പറയുന്നേ. ആ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ സാലഡും അച്ചാറും കൂട്ടിക്കൊന്ന് കഴിക്കുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ എവിടെ പോയി എന്ത് കഴിച്ചാലും എനിക്ക് കിട്ടത്തില്ല. കുഞ്ഞുങ്ങളാവുന്നതിന് മുമ്പ് ഞാനും അച്ചാച്ചനും പുറത്ത് പോകുമ്പോൾ അവിടെ നിന്നേ കഴിക്കാറുള്ളൂ. എന്നാൽ ഇപ്പം ഞങ്ങൾ ഈ NMR അപ് ടൗണിലാണ് പോകുന്നത്. ഇതൊരു മൾട്ടി ക്യൂസൈൻ ആട്ടോ. പിള്ളേർ ബിരിയാണി ഹൗസിൽ പോയാൽ നമുക്ക് മനസ്സിലാവും അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ NMR അപ് ടൗൺ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഈ അപ് ടൗൺ ഒരു മൾട്ടി ക്യൂസൈൻ ആണെന്ന് പറഞ്ഞല്ലോ. എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ തായ് ഫുഡാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. ഇത്തവണ നോർമലി ഒരു ഗീ റൈസും NMR ബിരിയാണിയും മട്ടൺ റോസ്റ്റും ചിക്കൻ റോസ്റ്റും ഒക്കെ ആട്ടോ കഴിച്ചത്. ജിനിയൊക്കെ ആകെ ടയേർഡായി കഴിച്ചിട്ട്. ഇത്തവണ വെക്കേഷന് പോയപ്പോൾ 2 തവണ ഞങ്ങൾ അപ് ടൗണിൽ പോയി. 2 തവണ ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് ഫിഷ് ഫിംഗേഴ്സ് ആയിരുന്നേ. അതായത് പിള്ളേരെയും കൊണ്ട് പോകുമ്പം അവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല സ്പൈസി ഒന്നും അല്ലാത്ത നല്ലൊരു സ്റ്റാർട്ടറായിട്ട് ഉള്ള ഒരു ഓപ്ഷൻ ആട്ടോ ഫിഷ് ഫിംഗർ. ഇതല്ലാതെ അവർക്ക് സ്റ്റേഡിയം സ്റ്റാൻഡിലും ഒരു ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. പാലക്കാടുള്ള എല്ലാവരും ഈ NMRൽ പോയിട്ടുണ്ടാവും. പക്ഷേ ആരെങ്കിലും പാലക്കാട് ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ NMRലെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.